പ്രൈസ് കൊണ്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗെയിമിംഗ് കൂടി ആയിട്ടാണ്. ഏതാണ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ഇൻ യെല്ലോ പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യത കുറവാണിത്. ഇതിപ്പോൾ രാവിലെയാണ് കളിക്കണം, രാത്രി ഇരുന്ന് കളിക്കുക. ഇതെന്ത് പറ്റി? ഓ, ഇത് ലിഫ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഗെയിം കളിച്ചിരിക്കുന്നു. എന്ത് പറ്റി? എൻ്റെ അമ്മേ, നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഇപ്പോൾ പേടി കൂട്ടുന്നുണ്ടത്. എൻ്റെ അമ്മ എന്ത് ചാടി തുറന്ന് ഭാഗ്യം. ഓ, വിക്മാൻ ഫോളോ ദ വൈറ്റ് റാബിറ്റ്, ഫൈൻഡ് അനദർ എലിവേറ്റർ. വൈറ്റ് റാബിറ്റ് അങ്ങോട്ട് കാണിച്ചു. എവിടെ? ഇങ്ങോട്ട് വേഗം പോകണം ഗൈസ്. നമുക്കൊട്ടും ഞാൻ വിചാരിച്ചു വേറെ എന്തോ സാധനം ഒന്ന് ഗാർബേജ് ആണ്. ഇവിടെ ഇല്ലേ വൈറ്റ് റാബിറ്റുള്ള? വൈറ്റ് റാബിറ്റ് അടച്ച്. അതോ ഇരിക്കുന്നു. പോയി. എങ്ങനെ ഇരിക്കുന്നു? ക്യാച്ച് ദ ബേബി. ഇങ്ങോട്ട് താടോ. താടോ അല്ല, എവിടെ പോയത്? ഇതെന്ത് മാഞ്ഞു പോണത്? ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ പോകണം തോന്നുന്നു. മാഞ്ഞു പോണ്. ക്യാച്ച് ദ ബേബി ഫീൽഡ്, ഇൻവെസ്റ്റിഗേറ്റ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ക്യാച്ച് ചെയ്യണ്ടേ ഇനി? നീ മ്യൂസിക് പ്ലെയർ. അതെന്താ? പിയാനോ ഇതല്ലേ? മ്യൂസിക് പ്ലേ പിയാനോ. പുതിയത് പ്ലേ. ഇവിടെ വേറെ സാധനം കാണും. ഒന്ന് കിട്ടി. ഇനി ഒന്നും കൂടെ കണ്ടുപിടിക്കണം നമുക്ക്. എന്തോരിക്കണം എടുക്കാൻ പറ്റും? പോയി. 2 എണ്ണം. ഇനി ഒന്നും കൂടെ കാണാം. സോൾ. അതെപ്പനും പറയാനാണ് പേടിക്കാൻ. അതാ കിട്ടി. ഇത് ബേബി ഇൻ യെല്ലോൻ്റെ പടമാണ് കേട്ടോ ഗൈസ്. അയ്യോ, തെറ്റിപ്പോയി. ഇതിൻ്റെ മറ്റേ സിസ്റ്റം ഞാൻ മറന്നുപോയി. പ്ലേ പിയാനോ. നമ്മൾ വലുതായിട്ട് പാട്ട് പാടാൻ പോകുകയാണ് ഗൈസ്. കണ്ട കേട്ടോ പാട്ട്? ഇതാണ് പാട്ട്. ബട്ടൺ വന്നു. എന്തിനും പ്രസ് പേര് അടുത്തെല്ലാം ഉണ്ടോ? നമ്മളെ കൊല്ലമുണ്ട്. വേറെ വഴിയില്ല, ഇവിടെ കൂടെ പോകണമെന്ന് തോന്നുന്നു. നീ നല്ല പേടിയുണ്ട് ഗൈസ്. ടണലിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം ബേബി വന്നാൽ വല്ല ദുരൂഹത ഉണ്ടെന്ന് അറിഞ്ഞോളൂ. പിക്നാൻസോ അതെന്താ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ക്വാളിറ്റിയുള്ള പൈപ്പൊന്നും ദൂരെ PMC പൈപ്പൊക്കെ വാങ്ങിച്ചിടാൻ പറഞ്ഞ ഇടിയില്ല. ഗ്രാനിയിലെ വല്ല പ്രശ്നമുണ്ട് കേട്ടോ. മറ്റേതാണെങ്കിൽ വന്ന് നമ്മളെ ഇത് കൊല്ലില്ല, പേടിപ്പിച്ച് കൊല്ലും. റിയൽ ലൈഫിൽ വേറെ കോഡ് നമ്മൾ രക്ഷപ്പെടും ഗൈസ്. ഇന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെട്ട് എലിവേറ്റർ തോരിയുന്നു. എലിവേറ്റർ എന്തോന്ന് ഇത് വട്ടം കറങ്ങണ എന്തോ പറ്റി. പാടുപെട്ട ആ കൊച്ചിൻ്റെ നിന്ന് കീം വാങ്ങിച്ച് വന്ന പേര് ഇലക്ട്രിസിറ്റി ഇല്ല. വൈറ്റ് റാബിറ്റിനെ ഫോളോ ചെയ്യാം. എന്തോന്ന് പുതിയ ഡാം പവർ ഔട്ട്. അറിയാം പവർ ഔട്ട് എന്ന്. നിങ്ങളിനി പഠിപ്പിക്കണ്ട. എങ്ങോട്ടാണ് വൈറ്റ് റാബിറ്റ്? ഇവിടെ പവറിൻ്റെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ഇത് ഷിഫ. രണ്ടും ഇല്ലേ? ഇവിടെ ബ്ലൂ ഇവിടെ പിങ്ക്. അല്ല, തിരിച്ചല്ലേ വയ്ക്കേണ്ട? അങ്ങനെ എന്തോ ആണല്ലോ. നമ്മൾ ബാറ്ററി വയ്ക്കുമ്പോൾ തിരിച്ചാണ് വയ്ക്കേണ്ട. മിക്സി വയ്ക്കുക ഗൈസ്. അങ്ങനെ മിക്സി ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വയ്ക്കാം. റോങ് ഫ്യൂസ്. അപ്പം അങ്ങനെ തന്നെ. അതെ, പിന്നെയും മിക്സി ഗൈസ്.
ഗൈസ് അങ്ങനെ പിന്നെയും ഞാൻ മിക്സി ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മീൻ കറി വയ്ക്കാനുള്ള മിക്സി. ഈ ബേബി യെല്ലോ കാരണം ഒന്നും നടക്കത്തില്ല. വേറെ ഫീസ് എവിടെ അടി? വേറെ ഒന്നും കാണണമല്ലോ. ഈ ഫീസ് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? മറ്റേ ചെസ്സിൻ്റെ ആ സാധനമില്ലേ? അങ്ങനെ ഫീസ് കിട്ടിയിട്ടുണ്ട്. വെക്കാം. ഈ ബേബി ഇങ്ങോട്ട് താടാ. വേറെ എടുക്കാം. സോള് കിട്ടി. ഇവന് വല്ലാത്ത സൂക്കേടാണ്. ഒരു കാര്യം ചെയ്യും, ഇവനെ ഇതിൻ്റെ അകത്തിട്ട് അങ്ങ് പോകും. നീ ഇനി എന്തോ നീടാ ഇനി എങ്ങനെ എടുക്കൂടാ? അതാ ഈ ബ്ലൂ ഫ്യൂസ് അല്ല പോകും. നിനക്ക് അവിടെ ആവശ്യത്തിന് ഫ്യൂസ് വരുന്നില്ല, അതൊന്നും എടുക്കാതെ. വെയിറ്റ്. ഓ, ഇത് ലോക്ക് വെച്ചുള്ളതാണ്. ലോക്കിൻ്റെ ഇതെവിടെ ഉണ്ട്? ഇതാണോ ഇനിയിപ്പം? എത്ര? 17. 4 ലോക്കുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും 4317 കിട്ടി ഗൈസ്. എക്കോ കേട്ടിട്ട് അവൻ കരയണയാണോ ചിരിക്കണയാണോ എന്തോ. നീ നല്ല ഗുഡ് നൈറ്റോ? ഫസ്റ്റ് വേക്ക് ഗുഡ് നൈറ്റ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് വേക്ക് നമ്മളപ്പം ഗൈസ് എന്തോ പ്രശ്നമുണ്ടോ? എന്തോ ചെയ്യണം നമ്മളപ്പം മനസ്സിലാവും.
ഗൈസ് ഈ ലോഡിങ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിൽ പരസ്യം ഗൈസ് ഇതുവരെ പരസ്യം വന്നിട്ടില്ല, ലോഡിങ് ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയത്. ഇപ്പോൾ വരുമെന്നാണ് തോന്നുന്നു. കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി ഗെയിം പ്ലേ ചെയ്യാം. ഇത് പിന്നെയും കറങ്ങുകയാണ് പരസ്യം കഴിഞ്ഞിട്ട്. ഞാൻ ഫേസ് ഗെയിം ഇടാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ കാര്യം ഡിസ്റ്റർബിങ് ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്കാണ്. പെട്ടെന്ന് ഇതൊക്കെ ഓപ്പൺ ചെയ്യേണ്ടി വന്നാൽ പണി കിട്ടും. ഇതെങ്ങനെ മാറ്റണം? ഓഫ് ചെയ്തു. ഗൈസ് ലോഡായിട്ട് കാണിക്കും, ചിലപ്പോൾ കാണിക്കില്ല, കാരണം പെട്ടെന്ന് ബേബിയെല്ലാം വന്ന. ഗൈസ് ഇതുവരെ ആയിട്ടില്ല. ഗൈസ് ഒരു 1 മിനിറ്റ് ആയി, ഇതുവരെ വന്നിട്ടില്ല. ഗൈസ് അടുത്തത് എക്സിറ്റാണ്. ഇത് എക്സിറ്റാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. നേരത്തെ കഥ എഴുതുന്നു നമ്മളിപ്പം ബേബി നമ്മളിവിടെ എത്തിക്കുന്നു. ബെഡ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതായി ഈ ചെറിയ ബേഡി ഉണ്ട്, നല്ല നല്ല ചാടവും നോക്കൂ. ഞാൻ വിചാരിച്ച് പറഞ്ഞു സോൾ അടുത്തൂടെ പോകും. ഞാൻ വെളിയിൽ ഇറങ്ങി
മൈൻഡ് ചെയ്യണ്ട ഗൈസ്. നടന്നു ബി കൂൾ ബേബി. നമ്മളെ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ കളി കിട്ടും ചാടി മൈൻഡ് നോക്കാൻ പാടില്ല. എന്തോ പറ്റുന്നു എന്തോന്നൊക്കെ സൗണ്ട് കേൾക്കുന്നു. അതിൽ നമ്മൾ ടി വി നോക്കരുത്. ടി വി വഴി പോകണം. ആരെ നോക്കി പോകണത്? ചെയ്ത ലൂപ്പാണ്. പോയാലേ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടോ? എനിക്കൊരു ഐഡിയ. സ്വർഗത്തിൽ തോന്നുന്നു. എന്താ ആ പാലം വന്നു. നമ്മൾ എസ്കേപ്പ് ആവും. ഇപ്പോൾ മിക്കവാറും നമ്മൾ എസ്കേപ്പ് ആവും. വൈറ്റ് റാബിറ്റ് വന്നിട്ടാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. എന്തോ അറിയത്തില്ല. എൻ്റെ ക്രോ പോലെ ഇരിക്കുന്നു. ആ വൈറ്റ് റാബിറ്റ് ഇങ്ങോട്ട് പോവാം. ഇതെപ്പോൾ തീരുമെന്തോ. കുറച്ച് ലെങ്തിയാണ് എനിക്കറിയാം. ഇത് വെച്ച് അത് വരപ്പഴ സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. അങ്ങോട്ട് ഓടണം. ഉറപ്പ്. നമ്മളിവിടെ ഇത് കാണും. അപ്പം താഴോട്ട് പോകണം. അവിടെ അത് കാണും. ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഓടണം. മഞ്ഞ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പാടില്ല. അത് രക്ഷപ്പെട്ടു. വല്ലാത്ത ചേസായി പോയി. ഹൈഡ് ആൻഡ് സീക്ക്. ഗൈസ് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ദ ഓൺലി വൺ, ദെയർ വിൽ ബി ഓൾവേസ് ബി മോർ. ഗൈസ് തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും റോഡിങ് കാണിച്ചു. അപ്പം തീർന്നിട്ടില്ല. അപ്പോൾ വേറെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത പാട്ടിലായിരിക്കും. ഡെയിലി അപ്ലോഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.